അഭിപ്രായത്തിൽ തന്നെ ഒന്നും പറയാറില്ല. കാരണം സ്വന്തമായ അഭിപ്രായം ഇല്ലാത്ത വലിയ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. അവരുടെ മുന്നിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞോളൂ. ഈ ചേച്ചിയുടെ അഭിപ്രായം ചേച്ചിക്കും പറയാം. പക്ഷെ അതിന് ഞാൻ ചിന്തിക്കും. ചേച്ചി തള്ളി പറയാനൊന്നുമില്ല. ചേച്ചി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നത്. പണ്ട് ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഉരുണ്ടതാണെന്ന് വിശ്വസിച്ച ഒരാൾക്കൊന്നും അറിയോ? അതറിയോ? അന്ന് ശാസ്ത്രം ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്ന വലിയ ശാസ്ത്രം ഇപ്പൊ ഇല്ല. ആക്ച്വലി ഈ പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹത്തിനെ പറ്റി അറിയോ? എത്ര ഗ്രഹങ്ങളുണ്ട് നമ്മുടെ? അറിയോ? ഒഴിവാക്കി വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചെടുക്കും. 2 ആഴ്ച കഴിഞ്ഞ് പ്ലൂട്ടോനെ തിരിച്ചെടുക്കും. അത് ആവശ്യമാണല്ലോ. സത്യമല്ല. അതന്നെ ഞാൻ പറയുള്ളൂ. ഭൂമി ഉണ്ടല്ല ആണോ? ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രം പറയുമ്പോ എനിക്ക് സംശയം. ഉരുണ്ടതാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് ഒന്നും ഇങ്ങനെ പോകാൻ ചുറ്റി പൈലറ്റ്മാരോട് ചോദിച്ചോ. ഇവിടെ പൈലറ്റ്മാരുണ്ടെങ്കിലോ അങ്ങനെ ഭൂമിയെ പറ്റി പഠിക്കണം ചോദിച്ചു. ഭൂമിയെ ചുറ്റി ഒരു ഫ്ലൈറ്റ് ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഈ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഇത് എവിടെയാണ്? ഭൂമിയുടെ മുകളില്, ഈ സ്പേസില് അല്ലേ, തൊട്ട് മുകളില് അല്ലേ? ഇവിടെ പഠിച്ചിട്ടുള്ളവരാ ഈ സാറ്റലൈറ്റും സ്പേസ് ഷിപ്പൊക്കെ എഴുതി നിൽക്കുക. ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ അതിന്റെ പുറത്തല്ലല്ലോ, ജസ്റ്റ് മുകളിൽ. നമ്മൾ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഒരാൾക്ക് ഭൂമിയുടെ പൂർണ്ണരൂപം കാണാൻ പറ്റുമോ? പറ്റുമോ? അതാണ് പറ്റുക. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശാസ്ത്രമാണോ നാസയാണോ? നാസ, അമേരിക്കയുടെ. അതാണ് നമ്മൾ ഇത്രയും വലിയ പറ്റിച്ചത്. ചന്ദ്രനിൽ പോയി ഒന്നും പറഞ്ഞിട്ട് അല്ലേ? പോയില്ല. ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അമേരിക്കയിലല്ല, ആരും അറിയാം. ഒരാളുടെ വിശ്വാസം മറ്റുള്ളവരെ തെറ്റാണെന്ന് വരുത്താൻ പറ്റില്ല. ഒരാളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം വിശ്വസിക്കാം. പക്ഷെ അതെല്ലാവരും അവർക്ക് തെറ്റാണെന്ന്. ചന്ദ്രനിലേക്ക് എങ്ങനെ പോവുക? ചന്ദ്രനിലേക്ക് ഏത് വണ്ടിയില് പോവാ? ഈ റോക്കറ്റ് എങ്ങനെ പോവാ? റോക്കറ്റ് പോകണുണ്ടോ? എത്ര വലിയ സാമഗ്രികൾ വേണമെന്ന് പറയാം. ഇവിടെ തുമ്പ കണ്ടിട്ടില്ലേ? റോക്കറ്റ് വേണമെങ്കിൽ